Okay, welcome to XandY Learning. ഇന്ന് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും പല ആളുകളും പേടിയുണ്ട് എന്നൊക്കെ പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വർഷം പഠിക്കുന്നത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിൻ്റെ ബാക്കി നമ്മൾ എവിടെ പഠിക്കുക? നെക്സ്റ്റ് ഇയറിലാണ് പഠിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ SSLC ഇയറിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ടേമാണെന്ത്? റെസിസ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വയറിലൂടെയൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? കറണ്ട് ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താ ഫ്ലോ ചെയ്യുന്നത്? ചാർജസ് ആണ് ഫ്ലോ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒരു ആറ്റം എടുത്താൽ അതിൽ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. അതിലെ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഫ്ലോ ചെയ്ത് നടക്കുന്നത്. പ്രോട്ടോണും ന്യൂട്രോണൊക്കെ എവിടെയാണ്? ന്യൂക്ലിയസിൻ്റെ അകത്ത് ഫിക്സഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോൺസ് പോകുന്ന സമയത്ത് ആ വയറിൽ വേറെ ആരൊക്കെ ഉണ്ട്? വേറെ ഇലക്ട്രോൺസ് ഉണ്ട്, വേറെ മെറ്റൽ ആറ്റംസ് ഉണ്ട്. ഇതിനൊക്കെ ആയിട്ട് കൊളൈഡ് ചെയ്യും, കൂട്ടിമുട്ടും. അങ്ങനെ ഓരോ മെറ്റീരിയലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഒബ്സ്റ്റക്കിൾ, അല്ലേ? അതിനാണ് എന്ത് വിളിക്കുന്നത്? റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒപ്പോസിഷൻ ഓഫേർഡ് അഗെയിൻസ്റ്റ് ഫ്ലോ ഓഫ് കറണ്ടിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ചോദ്യം ഇതാണ്: റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L മീറ്റർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A മീറ്റർ സ്ക്വയർ ഇസ് ഗിവൺ ബൈ R is equal to rho L by A. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തായാലും പഠിച്ചിരിക്കണം. റെസിസ്റ്റൻസ്, ഞാനിപ്പോൾ ഈ പറഞ്ഞ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണിത്. റോ L ഡിവൈഡഡ് ബൈ A. ഓക്കെ, വാട്ട് ഡസ് റോ ഇൻഡിക്കേറ്റ്? അതിലെ റോയുടെ പേരെന്താണെന്നാണ് ഒരു ചോദ്യം, ഒരു മാർക്കിൻ്റെ. അത് ഓൾറെഡി ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്ത ആളുകൾക്ക് അറിയാം. എന്താണത്? റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നതാണെന്ത്? ഈ പറയുന്ന റോ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഒരു ഗ്രീക്ക് ആൽഫബറ്റുകളിൽ ഒന്നാണ് റോ. അത് റെസിസ്റ്റിവിറ്റിയുടെ സിമ്പിളാണ്. റൈറ്റ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് റോ ഓഫ് എ സബ്സ്റ്റൻസ് ചേഞ്ച്. റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം 1 കിലോഗ്രാം അരിയുടെ വില എന്നൊക്കെ പറയുന്നത് പോലെ 1 മീറ്റർ നീളമുള്ള 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു കണ്ടക്ടർ, ഒരു വയർ. ആ വയറിൻ്റെ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. മനസ്സിലായോ? അതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഒരു ആപ്പിളിന് എത്രയാണ്, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റിന് എത്രയാണെന്ന് പറയുന്ന പോലെ ഒരു കണ്ടക്ടർ, 1 മീറ്റർ നീളമുള്ള കണ്ടക്ടറിൻ്റെ 1 മീറ്റർ സ്ക്വയർ ഏരിയയുള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? അത് ആ ഒരു സ്റ്റാൻഡേർഡ് വലുപ്പത്തിലുള്ളതിൻ്റെ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി. അതെന്തിനാണ് അപ്പോൾ യൂസ് ചെയ്യുക? നിങ്ങൾ ചോദിക്കുക, ഒരു ആപ്പിളിൻ്റെ വില അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് 10 ആപ്പിൾ വാങ്ങിക്കൂടെ? എത്ര പൈസ വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സിമിലർലി നമുക്കിഷ്ടമുള്ള സൈസിലും നീളത്തിലുമുള്ള വയറുകളുടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണെന്ത്? റെസിസ്റ്റിവിറ്റി. അപ്പോൾ അത് ലെങ്ത്തും ഏരിയയും മാറിയതുകൊണ്ട് എന്ത് മാറില്ല? റെസിസ്റ്റിവിറ്റി മാറില്ല. മനസ്സിലാവുന്നുണ്ടോ? 1 കിലോ ആപ്പിളിൻ്റെ വില, ആപ്പിളിൻ്റെ സൈസ് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് മാറ്റർ ചെയ്യുന്നില്ല, ശരിയല്ല? കാരണം 1 കിലോ എന്നുള്ളത് സ്റ്റാൻഡേർഡ് ഫിക്സഡ് വാല്യൂ ആണ്. അതുപോലെ ഇവിടെ റോ അപ്പം ചേഞ്ച് ചെയ്യുന്നത് എന്ത് സംഭവിക്കുമ്പോഴാണ് റോ ചേഞ്ച് ചെയ്യുക? റൈറ്റ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് റോ ഓഫ് എ സബ്സ്റ്റൻസ് ചേഞ്ചസ്. എപ്പോഴാണ് ചേഞ്ച് ചെയ്യുക? അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരേ ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഈ റെസിസ്റ്റിവിറ്റിയിൽ മാറ്റം വരിക. അത് എപ്പോഴാണ്? ടെമ്പറേച്ചർ മാറുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ എഴുതാം. ബി പാർട്ടിൻ്റെ ആൻസർ ഇതാ, വെൻ ടെമ്പറേച്ചർ ചേഞ്ചസ്. ടെമ്പറേച്ചറിൽ മാറ്റം വരുമ്പോഴാണ് എന്തിൽ മാറ്റം വരിക? റെസിസ്റ്റിവിറ്റിയിലും മാറ്റം വരിക. മനസ്സിലായല്ലോ? ഇനി സി പാർട്ട് വായിച്ചു നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ഫോർ എ കോപ്പർ വയർ ആൻഡ് അലൂമിനിയം വയർ ഓഫ് ഈക്വൽ ലെങ്ത് ആൻഡ് തിക്നെസ്? ഒരു കോപ്പർ വയറും ഒരു അലൂമിനിയം വയറും ഉണ്ട്, ലെങ്ത്തും തിക്നെസ്സും ഒക്കെ സെയിം ആണ്. ഇതിലേതാണ് ശരി? ദേ ഹാവ് സെയിം റെസിസ്റ്റൻസ്. ശരിയാണോ? ഒന്ന് ആൻസർ പറഞ്ഞാൽ ശരിയാണോ? ആൻസർ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ L ഡിവൈഡഡ് ബൈ A ആണ്. ഇതിലെ Lഉം Aയും കോപ്പറിൻ്റെതും അതേപോലെ തന്നെ അലൂമിനിയത്തിൻ്റെ സെയിം ആണ്. പക്ഷേ റോ രണ്ടാക്കും 2 ആണ്. റെസിസ്റ്റിവിറ്റി രണ്ടാക്കും 2 ആണ്, അല്ലേ? അൽഫോൺസ മാമ്പഴത്തിൻ്റെ വില ആയിരിക്കില്ല വേറെ ഏതെങ്കിലും ഒരു മാമ്പഴത്തിന് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ അലൂമിനിയത്തിനും കോപ്പറിനും എന്താണ്? വേറെ വേറെ റെസിസ്റ്റിവിറ്റിയാണ്. സോ റെസിസ്റ്റൻസ് എന്തല്ല? സെയിം അല്ല. ഫസ്റ്റ് വൺ ശരിയല്ല. രണ്ടാമത്തോ ദേ ഹാവ് സെയിം റെസിസ്റ്റിവിറ്റി, അതും ശരിയല്ല. ഓരോ മെറ്റീരിയലിനും എന്താണ്? വേറെ വേറെ റെസിസ്റ്റിവിറ്റിയാണ് ഉണ്ടാവുക, അതും ശരിയല്ല. ബോത്ത് ഓഫ് ദം ഹാവ് ഹൈ സെയിം റെസിസ്റ്റൻസ് ആൻഡ് സെയിം റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നുണ്ട്. ബോത്ത് ഓഫ് ദം ഹാവ് സെയിം റെസിസ്റ്റൻസും ആണോ? അല്ല, അതുമല്ല. പിന്നെ ഏതാ? ദെയർ റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി ആർ ഡിഫറെൻറ്റ്. രണ്ടും ഡിഫറെൻ്റ് ആണ്. റെസിസ്റ്റൻസും അതുപോലെ റെസിസ്റ്റിവിറ്റിയും എന്താണ്? രണ്ടാളുടെയും ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഒബ്സർവ് ദ ഫോളോയിങ് സർക്യൂട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇവിടെ എന്തൊക്കെയാണ് ഇതിലുള്ളത്? അമ്മീറ്റർ ഉണ്ട്, ബാറ്ററി ഉണ്ട്. സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിളാണ്, പ്ലൂരൽ എന്താണ്? ബാറ്ററിയാണ്. റിയോസ്റ്റാറ്റ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്, ഇത് റെസിസ്റ്ററാണ്, ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്. ദ ബാറ്ററി ഇൻ ദ above the circuit can provide a potential difference of 8 volt എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫൈൻഡ് ദ EMF of one cell if they are identical. അപ്പോൾ ഇവിടെ 4 സെല്ലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലേ? 1 2 3 4 4 സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 4 എണ്ണത്തിൻ്റെയും കൂടെ EMF 8 വോൾട്ടാണ്. 4ഉം ഐഡൻറ്റിക്കലാണ്.
സീരീസ് ആയിട്ട് സെല്ലുകൾ കണക്ട് ചെയ്താൽ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സീരീസ് ആയിട്ട് സെല്ലുകൾ കണക്ട് ചെയ്താൽ എന്താ പ്രത്യേകത? സീരീസ് ആയിട്ട് സെല്ലുകൾ കണക്ട് ചെയ്താൽ ടോട്ടൽ EMF കിട്ടാൻ എല്ലാത്തിൻ്റെ EMFും കൂടി എന്ത് ചെയ്താൽ മതി? നമ്മൾ ആഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ 4 times EMF ഓഫ് 1 cell is equal to 8 volt ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത് 8/4 ആയിരിക്കും. അത് 2 volt ആണ്. ഓക്കെ, അതാണ് എ എന്ന് പറയുന്ന ചോദ്യം. രണ്ടാമത്തെ, when the voltmeter reading is 0.3 volt, the ammeter reading is found to be 0.15 ampere, what will be the resistance of wire X? എന്തൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്ത ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ഒന്നും കൂടെ വായിച്ചു നോക്കി. എന്തൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? വോൾട്ട്മീറ്റർ റീഡിങ് വോൾട്ടേജ്, അമ്മീറ്റർ റീഡിങ് എന്ന് പറഞ്ഞാൽ കറണ്ട്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ റെസിസ്റ്റൻസ്. വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും കൂടെ റിലേറ്റ് ചെയ്യുന്ന റിലേഷൻ ഏതാണ്? അത് ഒറ്റൊന്നേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അത് ഏതാ? അത് നമ്മുടെ ഓംസ് ലോ ആണ്. V = IR എന്ന് പറയുന്ന ഓംസ് ലോ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് V/I ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയുള്ള വാല്യൂസ് ആണ് തന്നത്. അപ്പോൾ 0.3 ഡിവൈഡഡ് ബൈ കറണ്ട് എത്രയാണ്? 0.3 ഡിവൈഡഡ് ബൈ കറണ്ട് 0.15 ആണ്. ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 ohm ആണ് റെസിസ്റ്റൻസ് എന്ന് കിട്ടും. ഓക്കെ, സോ 2 ohm ആണ് ആൻസർ. കിട്ടി, വെരി ഗുഡ്. ഇനി അടുത്തത്, what will be the voltmeter reading when the ammeter reading is made 0.3 ampere by adjusting the rheostat? എന്താണ് റിയോസ്റ്റാറ്റിൻ്റെ റോള്? റിയോസ്റ്റാറ്റിന് റെസിസ്റ്റൻസ് വേരി ചെയ്യാനുള്ള കഴിവുണ്ട്. വേരിയബിൾ റെസിസ്റ്ററാണ് റിയോസ്റ്റാറ്റ്. അങ്ങനെ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഈ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂവിൽ മാറ്റം വരും. സോ അമ്മീറ്റർ റീഡിങ് 0.3 ampere ആക്കിയിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ വാട്ട് ഈസ് ദ വോൾട്ട്മീറ്റർ റീഡിങ്. വോൾട്ട്മീറ്റർ നിങ്ങൾ നോക്കുക. വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഈ ഒരു റെസിസ്റ്ററിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വോൾട്ട് മീറ്റർ മെഷർ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ? വോൾട്ട് മീറ്റർ മെഷർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ മാറ്റം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. വീണ്ടും എന്തൊക്കെയാണ് അപ്പം? ഇപ്പോൾ നമുക്ക് കറണ്ട് അറിയാം. ഓൾറെഡി X എന്ന് പറയുന്ന റെസിസ്റ്ററിൻ്റെ എന്തറിയാം? റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇനി വേണ്ടത്. സോ അഗെയിൻ V = IR യൂസ് ചെയ്യാം. ഇത്തവണ കറണ്ടിൽ മാറ്റം വന്നിട്ടുണ്ട്. 0.3 ampere ആയിട്ടുണ്ട്. റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അത് യൂസ് ചെയ്യാം, 2 ohm. സോ ആൻസർ 0.6 volt ആണ്. 0.6 volt ആണ് ആൻസർ. ഓക്കെ, ഡി, സ്റ്റേറ്റ് ദ ലോ വിച്ച് ഹെൽപ്പ് യു ടു ഫൈൻഡ് ദി ആൻസർ അബവ്. അപ്പോൾ ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അറിയില്ലേ ഓംസ് ലോ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യൽ? എങ്ങനെയാണ് ഓംസ് ലോ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഓംസ് ലോ ഡിഫൈൻ ചെയ്യുന്നത് വോൾട്ടേജ് അക്രോസ് എ കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ, അല്ലെങ്കിൽ തിരിച്ച് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കണ്ടക്ടർ. ഓക്കെ, ഇതാണ് ഓംസ് ലോയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഇത് ചെയ്യാൻ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എമംഗ് ദ ഗിവൺ സർക്യൂട്ട് ഐഡൻറ്റിഫൈ ദ സർക്യൂട്ട് ഇൻ വിച്ച് വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ ആർ കണക്റ്റഡ് ഇൻ ദ റൈറ്റ് വേ. എന്താണ് ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത? വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് എന്ത് മെഷർ ചെയ്യാനുള്ളത്? വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ളത്. അപ്പോൾ അത് പാരലലിയാണ് കണക്ട് ചെയ്യേണ്ടത്. അമ്മീറ്റർ കറണ്ട് മെഷർ ചെയ്യാനുള്ളതാണ്. അത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. സോ ഇതിൽ വോൾട്ട് മീറ്റർ പാരലലി കണക്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ്. അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത് ബി ആണ്. സോ ബി ആൻഡ് ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസേഴ്സ്. നെക്സ്റ്റ് വൺ, ഇഫ് 0.8 coulomb ഓഫ് ചാർജ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 2 seconds, കറണ്ട് വിൽ ബി. അടുത്ത ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണ്? കറണ്ടിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്. എങ്ങനെയാണ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക? ചാർജ് ഫ്ലോയിങ് ത്രൂ എ ഗിവൺ ടൈം. അപ്പോൾ അത് നമുക്കിവിടെ കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾ നോക്കുക, ചാർജ് ഈസ് ഈക്വൽ ടു 0.8 coulomb ആണ് ചാർജ്, ഡിവൈഡഡ് ബൈ ടൈം 2 seconds ആണ്. സോ ആൻസർ 0.4 ampere ആണ് ആൻസർ. 0.4 ampere ആൻസർ. അപ്പോൾ ഓർത്ത് കേട്ടോ, Q/T ആണെന്ത്? കറണ്ടിൻ്റെ ഇക്വേഷൻ. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ പഠിച്ചല്ലോ, ρL/A. ഓംസ് ലോ എന്താ? V = IR. ഇവിടെ Q/T ആണ് കറണ്ട്. ഇത്ര ആലോചിച്ചാൽ മതി. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ് കറണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റെസിസ്റ്റൻസ് ഓഫ് എ കോപ്പർ വയർ ആൻഡ് അലൂമിനിയം വയർ ഓഫ് സെയിം ലെങ്ത് ആൻഡ് തിക്നെസ് ആർ ഡിഫറെൻറ്റ് എന്ന് ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട്. ശരിയാണ്. ഒരു ചോദ്യത്തിൽ നമ്മൾ കണ്ടു, അലൂമിനിയം കോപ്പറും ലെങ്ത്തും തിക്നെസ്സും സെയിം ആയിട്ട് മാത്രം കാര്യമില്ല, റെസിസ്റ്റൻസ് സെയിം ആവില്ല. രണ്ടും രണ്ട് മെറ്റീരിയലാണ്. നെയിം ദ പ്രോപ്പർട്ടി ഓഫ് ദ സബ്സ്റ്റൻസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഡിഫറൻസ്. ഈ ഒരു വ്യത്യാസത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയുടെ പേരെന്താണ്? അതാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദ്യത്തിൽ പഠിച്ചത്. എന്താണത്? റെസിസ്റ്റിവിറ്റിയാണ്. ഓക്കെ, റെസിസ്റ്റിവിറ്റിയാണ് ആ പറയുന്ന ടേം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിഫൈൻ ദിസ് പ്രോപ്പർട്ടി. റെസിസ്റ്റിവിറ്റി ഡിഫൈൻ ചെയ്തുകൂടെ? എങ്ങനെ ഡിഫൈൻ ചെയ്യാം?
നമുക്കറിയാം R is equal to rho L by A ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു തന്നു. ഈ ഇക്വേഷനിൽ റോ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്താ കിട്ടുക? R into A divided by L ആണ് കിട്ടുക അല്ലേ? സോ ഇഫ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇഫ് ലെങ്ത് ഇസ് ഈക്വൽ ടു 1 മീറ്റർ ആൻഡ് ഏരിയ ഇസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ, നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ 1 കൊടുത്താൽ എന്ത് കിട്ടും? റോ ഇസ് ഈക്വൽ ടു R എന്ന് കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഡെഫിനിഷൻ. റെസിസ്റ്റിവിറ്റി ഇസ് ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ whose length is 1 meter and area of cross section is 1 meter square. അത്തരത്തിലൊരു സ്റ്റാൻഡേർഡ് വലുപ്പത്തിലുള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ് എന്ത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. സെലക്ട് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ലെങ്ത് അഫക്റ്റ് ചെയ്യോ റെസിസ്റ്റിവിറ്റീനെ? ഇല്ല. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റെസിസ്റ്റിവിറ്റിനെ അഫക്റ്റ് ചെയ്യോ? ഇല്ല. പിന്നെ ആരാണ്? ടെമ്പറേച്ചർ മാത്രമാണ് റെസിസ്റ്റിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, next one. In an electrical circuit, if 100 joule of work is done to move 10 coulomb of charge from point A to point B, find out the potential difference between A and B. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ പഠിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട് അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഒരു ചാർജിനെ നമ്മൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റ് ചാർജുകളുടെ പ്രസൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരു തേങ്ങ ലിഫ്റ്റ് ചെയ്തിട്ട് certain ഹൈറ്റിൽ എത്തി കഴിഞ്ഞാൽ അതിന് എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ എനർജി കിട്ടും. കാരണം എന്താ? എർത്ത് എന്ന് പറയുന്ന ഒരു ഇതിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ബോഡി അവിടെ ഉണ്ട്. ആ അട്രാക്ഷൻ ഫോഴ്സിനെതിരെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോക്കനട്ടിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. സിമിലർലി ചാർജുകളും അതുപോലെ മൂവ് ചെയ്യുന്ന സമയത്താണ് അവർക്ക് എന്ത് കിട്ടുക? പൊട്ടൻഷ്യൽ എനർജി കിട്ടുക. ഇവിടെ അതിനെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് വിളിക്കുക. അങ്ങനെ രണ്ട് പോയിൻറ്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് V ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ് ആണ്. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ പോയിന്റ്. അതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. വർക്ക് എത്രയാണ്? 100 ജൂൾ വർക്ക് ചെയ്തുകൊണ്ട് 10 കൂളം ചാർജിനെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ദെർഫോർ 10 വോൾട്ട് ആണ് ആ എക്കും ബിക്കും ഇടയ്ക്ക് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. എ കണ്ടക്ടർ ഓഫ് 5 ohm റെസിസ്റ്റൻസ് ഹാസ് എ ലെങ്ത് 2 മീറ്റർ. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2 മീറ്റർ സ്ക്വയർ. ഇഫ് സോ ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. റെസിസ്റ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, റോ എൽ ഡിവൈഡഡ് ബൈ എ ആണ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഞാൻ ഓൾറെഡി എഴുതി റോ ഇസ് ഈക്വൽ ടു അപ്പോൾ എന്താണ്? R ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എൽ ആണ്. ഓക്കെ, വാല്യൂകളൊക്കെ തന്നിട്ടുണ്ട്. 5 ohm അല്ലേ? വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. എത്രയാണ്? 5 ohm. സോ ദിസ് ഇസ് ഈക്വൽ ടു 5 ohm മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2 മീറ്റർ സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ 2 ആണ് അതിൻ്റെ ലെങ്ത്. ദെർഫോർ 5 എന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. 2 ഉം 2 ക്യാൻസൽ ആയിട്ട്. ഓക്കെ, 5 എന്ന് തന്നെ ആൻസർ കിട്ടും. സോ 5 യൂണിറ്റ് എന്താണ്? അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. റെസിസ്റ്റൻസിൻ്റെ ഏരിയ ബൈ ലെങ്ത് ആണ്. ഏരിയ ബൈ ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താ വരിക? ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലെങ്ത്തിൻ്റെ മീറ്റർ. അപ്പോൾ മീറ്റർ എന്നാണ് ഇതിൻ്റെ ഈ ഒരു ഏരിയ ബൈ ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. ആറിൻ്റെ യൂണിറ്റ്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത് ഓം മീറ്റർ ആണ്. 5 ohm മീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. 6 electric cells are connected in series in an electronic device which works at 9 volt potential difference. Find the EMF of one cell. അപ്പോൾ 6 എണ്ണം സീരീസ് അല്ലേ? 6 സെൽസിൻ്റെത് എത്രയാണ്? 9 വോൾട്ട് ആണ്. നേരത്തെ ഒരു ചോദ്യത്തിൽ നമുക്ക് ചെയ്ത പോലെ തന്നെ. അപ്പോൾ EMF ഓഫ് 1 സെൽ എങ്ങനെ കണ്ടുപിടിക്കും? 9 ഡിവൈഡഡ് ബൈ 6 അഥവാ 1.5 വോൾട്ട് ആയിരിക്കും EMF. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ. സോ അതോടുകൂടി നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്റർ ഇതാ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് അവസാനിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും നിങ്ങളുടെ ഈ വർഷത്തെ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ആനുവൽ എക്സാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ആളുകൾക്ക് വേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഇനിയുള്ള ക്ലാസ്സുകളുടെയും നോട്ട്സും മെറ്റീരിയൽസും അതേപോലെ ലൈവ് ക്ലാസ്സിൻ്റെ ഒക്കെ ഇൻഫർമേഷൻ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വഴിയാണ് നിങ്ങളെ അറിയിക്കുക. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതെന്ത് ചെയ്യുക? നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിന് ഈ ഒരു ചാപ്റ്റർ ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞാൽ പഠിച്ചിരിക്കുന്ന ക്ലാസ്മേറ്റ്സിന് എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കുക. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ.